ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ റിലേറ്റ് ചെയ്ത് പുതിയ റൂൾ വന്നതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ തരാമോ എന്ന് ചോദിച്ച് എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഒന്നാമതായിട്ട് ഈ റൂൾ ബാധിക്കുന്നത് ടെമ്പററി വിസ ഹോൾഡേഴ്സിനെയാണ്. അതായത് സ്റ്റുഡൻറ് വിസ, ഗ്രാജുവേറ്റ് വിസ, മറ്റ് ടെമ്പററി വർക്ക് വിസ ഉള്ളവരെയാണ് ഈ റൂള് പ്രധാനമായിട്ട് ബാധിക്കുന്നത്. അതായത് ഈ റൂൾ പ്രകാരം ഗവൺമെന്റിന് എപ്പോൾ വേണമെങ്കിലും വിതൗട്ട് എനി നോട്ടീസ് ഓസ്ട്രേലിയയിലേക്കുള്ള എൻട്രി പോസ്റ്റ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഒരു വാലിഡ് വിസ ഉണ്ടെങ്കിൽ പോലും ഗവൺമെന്റിന് പെട്ടെന്ന് തന്നെ ഈ ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയും വിത്തൗട്ട് എനി നോട്ടീസ്. അതാണ് ഈ ലോ പറയുന്നത്. അത് വെച്ച് വേണമെങ്കിൽ ഇന്ന രാജ്യത്തിൽ നിന്നുള്ളവരുടെ എൻട്രി പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന സബ് ക്ലാസ്, ഇന്ന വിസ കാറ്റഗറിയിലുള്ളവരുടെ എൻട്രി പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ക്വിക്ക് ഡിസിഷൻ ഗവൺമെന്റിന് എടുക്കാൻ പറ്റും എന്നാണ് ഈ റൂൾ പറയുന്നത്. ഇതുവരെ അങ്ങനെ ഒരു കൺട്രി ലിസ്റ്റോ അല്ലെങ്കിൽ ഒരു വിസ സബ് ക്ലാസ് ലിസ്റ്റോ ഒന്നും വന്നിട്ടില്ല. ഇതുവരെ ഈ ഡിസിഷൻ എടുത്തതായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ലോ ഇപ്പോൾ പ്രാബല്യത്തിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും അങ്ങനെ ഒരു ഡിസിഷൻ ഗവൺമെന്റിന് എടുക്കാം. കുറച്ച് ലോയേഴ്സിന്റെ വീഡിയോസ് കണ്ടതെന്ന് വെച്ച് എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ വാർ പോലെ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ലോ കൊണ്ടുവന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഇതൊരു ഒഫീഷ്യൽ ആയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു റീസൺ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ പാനിക് ആവേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ വാലിഡ് വിസ ഉണ്ട്, ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇതേ ഉള്ളൂ. എപ്പോഴും എയർലൈൻസ് ആയിട്ട് കണക്ട് ചെയ്ത് അവരുടെ അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹോം അഫയേഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എപ്പോഴും ഈ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആരും പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എൻ്റെ ഫ്രണ്ട്സ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിലവിൽ ഈ റൂള് യൂസ് ചെയ്തിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം.